നൂറനാട് പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ മാർച്ച് 10-11 തീയതികളിൽ ദേശീയ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. IBM കൊച്ചി സെന്ററിലെ ഡേറ്റാ സയന്റിസ്റ്റ് ഡോക്ടർ ബിന്ദു കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. നൂറനാട് പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഈ മാസം 10-11 തീയതികളിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേൽനോട്ടത്തിൽ ദേശീയ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ യൂണിവേഴ്സിറ്റികളിൽ, വിവിധ കോളേജുകളിൽ ഇത് സംബന്ധിച്ചുള്ള റിസർച്ചുകളൊക്കെ നടക്കുന്നതും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. നമ്മളെ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ AI and MLന്റെ ഒന്നാമത്തെ നാഷണൽ കോൺഫറൻസ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഏകദേശം ഒരു 60ഓളം പേപ്പറുകൾ, പ്രബന്ധങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഈ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും റിസർച്ചും ഒക്കെ നമ്മളെ കുട്ടികൾക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളിതിന്റെ ഉദ്ദേശം. കാര്യം നമ്മൾ ആ രീതിയിൽ പോയെങ്കിൽ നമുക്ക് അതിനുള്ള പ്രയോജനം ലഭിക്കും. കണ്ടുപിടുത്തങ്ങൾ കുട്ടികൾ അറിയണം, രാജ്യത്ത് എന്തൊക്കെ റിസർച്ച് നടക്കുന്നതെന്ന് അറിയണം. അതൊക്കെയാണ് വലിയ പ്ലാറ്റ്ഫോമാണ്. മാറിക്കൊണ്ടേയിരിക്കുക. പല റിസർച്ചേഴ്സ് വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസും അവരുടെ ന്യൂ ഫൈൻഡിങ്സും എല്ലാം അവിടെ പ്രസന്റ് ചെയ്യും. അപ്പൊ അത് നമ്മുടെ അധ്യാപകർക്കും നമ്മുടെ കുട്ടികൾക്കും ഈ മേഖലയിൽ റിസർച്ച് ചെയ്യുന്നവർക്കെല്ലാം വലിയൊരു അനുഗ്രഹമാണ്. അവർക്ക് ഈ ഐഡിയ എക്സ്ചേഞ്ച് ചെയ്യാനും അവർക്ക് പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കാനും പുതിയ മെത്തഡോളജി, പുതിയ പ്രോസസ് ഇതെല്ലാം മനസ്സിലാക്കാനും ഒക്കെ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ഈ കോൺഫറൻസ് എന്ന് പറയുന്നത്. അതെ അതെ, ലോകത്തെ നയിക്കുന്ന ഒരു ടെക്നോളജി എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ ചൈനക്കാരെ ഒരു കണ്ടുപിടുത്തം നമ്മളെ ഡീപ് സീക്കിനകത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് NVIDIA എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഒരുപാട് ചിപ്പുകൾ, അത് കോസ്റ്റ്ലിയാ, 35 ലക്ഷം രൂപയെങ്കിലും വേണം അത് സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇതേ സംഭവം തന്നെ ചൈനക്കാര് അത് അതിന്റെ സോഴ്സ് കോഡ് വരെ നെറ്റ് ഇട്ടിരിക്കുക, സോഫ്റ്റ്വെയർ വെച്ചിട്ട് അവര് ചെയ്യുക. ഇത്രയും കോസ്റ്റും ഇല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ കംപ്ലീറ്റ് മത്സരമായി. എല്ലാ ആൾക്കാരും ഇപ്പൊ മത്സരത്തിന് പെട്ടെന്ന് ഡൗൺ ആയി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് പേപ്പറുകൾ നമുക്ക് വന്നു. അതിൽ ഒരുപാട് കുട്ടികൾ ഇത്രയും അതിൽ അപ്ഡേറ്റഡ് ആണെന്നുള്ളത് നമുക്ക് ആ പേപ്പർ റിവ്യൂ ചെയ്തപ്പം നമുക്ക് മനസ്സിലായി. അവർ വളരെ ഈ കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ ദൂരത്തു നിന്ന് കുട്ടികൾ വരുന്നുണ്ട്. ഏകദേശം ഒരു 200ഓളം പാർട്ടിസിപ്പൻസ് ഇതിനകത്ത് ഓൺലൈൻ മോഡിലും ഓഫ്ലൈൻ മോഡിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ കോൺഫറൻസ് എന്ന നിലയിൽ ഇത് നല്ലൊരു രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഡോക്ടർ കൃഷ്ണകുമാർ ഈ ശില്പശാലയിൽ അധ്യക്ഷത വഹിക്കും. ശ്രീബുദ്ധ എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാൻ പ്രൊഫസർ K. ശശികുമാർ, അതുപോലെ തന്നെ സെക്രട്ടറി പ്രൊഫസർ V. പ്രസാദ്, വിവിധ വകുപ്പ് മേധാവികൾ, ഡീൻ, മോഡറേറ്റർമാർ ഇവരെല്ലാം ഇതിന്റെ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ്. അപ്പൊ ഈ ശില്പശാല ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ IBMന്റെ റിസർച്ച് ലാബ് കൊച്ചിയിലുണ്ട്. അവിടുത്തെ ഒരു ഡേറ്റാ സയന്റിസ്റ്റ് ആയ ഡോക്ടർ ബിന്ദു കൃഷ്ണയാണ് ഇത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ എന്ന് ഏറ്റിരിക്കുന്നത്. അതുകൂടാതെ ഈ ശില്പശാലയുടെ പ്രബന്ധങ്ങൾ അവതരണത്തിന് മോഡറേറ്ററായിട്ട് നമ്മളെ പുന്നപ്പറ കോളേജിലെ ഡോക്ടർ സുരേഷ് കുമാർ എന്ന് പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 1-2 കോളേജുകളിൽ നിന്നുള്ള ആൾക്കാർ ഇതിന്റെ മോഡറേറ്ററായിട്ട് പങ്കെടുക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗിന്റെയും മേഖലയിലുള്ള നൂതനാശയങ്ങൾ ഈ ശില്പശാലയിൽ അവതരിപ്പിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവർ ഈ ശില്പശാലയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ശില്പശാലയിൽ ഉദ്ഘാടനം IBM കൊച്ചി സെന്ററിലെ ഡാറ്റാ സയന്റിസ്റ്റായ ഡോക്ടർ ബിന്ദു കൃഷ്ണൻ നിർവഹിക്കും. പ്രിൻസിപ്പൽ ഡോക്ടർ K. കൃഷ്ണകുമാർ ശില്പശാലയിൽ അധ്യക്ഷത വഹിക്കും. ശ്രീബുദ്ധ എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാൻ പ്രൊഫസർ K. ശശികുമാർ, സെക്രട്ടറി പ്രൊഫസർ V. പ്രസാദ്, വകുപ്പ് മേധാവികൾ, ഡീൻ, മോഡറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ K. കൃഷ്ണകുമാർ, HOD ഡോക്ടർ AR അനിൽ, പ്രൊഫസർ മിനു ലളിത മാധവ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ചാരുമൂട്.